നമുക്കിന്നൊരു നാടൻ ചക്കക്കുരു കറി ഉണ്ടാക്കാം. ചക്കക്കുരു മാങ്ങയിട്ടിട്ടുള്ളൊരു കറിയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു കപ്പിലേക്ക് ചക്കക്കുരു ക്ലീൻ ആക്കിയിട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം. എന്നിട്ട് അതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊരു 2 വിസിലുകൊണ്ട് അത് വേവിച്ചെടുക്കണം. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ടാണ്, കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനുള്ള അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 2-3 ചെറിയ ഉള്ളി, എന്നിട്ട് നമുക്കതിലേക്ക് വലിയ ജീരകം ഇട്ട് കൊടുക്കാം. പിന്നെ അല്പം മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കേണ്ടതുണ്ട്, നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ്. ഓൾറെഡി നമ്മൾ ചക്കക്കുരുവിൽ മഞ്ഞൾ ഇട്ടിട്ടുണ്ട്, പക്ഷേ കുറച്ച് ഇതിലും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ കപ്പിൽ തന്നെ നമുക്ക് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിലേക്ക് കുറച്ച് ഉലുവ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതും കൂടെ പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലുള്ള ചക്കക്കുരുവിൻ്റെ കൂടെ നമ്മൾ മാങ്ങയും കൂടെ ഇട്ടിട്ടാണ് കറി വെക്കുന്നത്. മാങ്ങ ഇട്ട് കൊടുക്കാം. മാങ്ങയും 2 പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ട്, നമ്മളിതിൽ മുളക് പൊടി ചേർക്കുന്നില്ല, അതിപ്പോൾ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. എന്നിട്ട് ഇതിൽ കുറച്ചുകൂടെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് വീണ്ടും നന്നായിട്ട് വഴറ്റിയെടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അതൊന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്കതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ട് കുക്ക് ചെയ്തിട്ടെടുക്കണം. ഓവറായിട്ട് കുക്കാവേണ്ട. നമുക്കിതിൽ ചക്കക്കുരു ചേർത്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് കുക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുന്നത് വരെ നമുക്കിത് നന്നായിട്ട് അടച്ച് വെക്കാം. ഇത് അടച്ച് വെച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ച ചക്കക്കുരു ഇട്ട് കൊടുക്കാം. ചക്കക്കുരു ഞാൻ കുറച്ച് ഉടച്ചിട്ടുണ്ട്, ഒരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. തീർത്ത് ഉടച്ചിട്ടില്ല, കുറച്ച് ഉടച്ചിട്ടുള്ളൂ. നമുക്കതുകൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ച് ഒന്നുകൂടെ കുക്ക് ചെയ്യാം. ഇപ്പോൾ നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. ഇപ്പം മാങ്ങയും ചക്കക്കുരും എല്ലാം കൂടെ പുളിയൊക്കെ മിക്സ് ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച തേങ്ങയുടെ കൂട്ട് ചേർത്ത് കൊടുക്കണം. ആദ്യം ചേർത്തത് വീഡിയോ മിസ്സായിപ്പോയി. നമുക്ക് തേങ്ങ അതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് അടച്ച് വെക്കാം. ഒന്ന് തിള വരുന്നത് വരെ. ഇപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഓവറായിട്ട് തിളച്ച് പോകണ്ട. ഇതുപോലെ ആകുമ്പോഴത്തേക്ക് നമുക്ക് മാറ്റി വെക്കാം. ഇതുപോലെയാണ് കറി ഉണ്ടാവുക. നമ്മൾ മാറ്റി വെച്ചതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് ഉപയോഗിക്കുന്നതാണ് നല്ലത്. അപ്പോഴത്തേക്കാണ് മാങ്ങയുടെ പുളിയൊക്കെ ചക്കക്കുരുവിലേക്കൊക്കെ നന്നായിട്ട് പിടിക്കുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.